രമണി ആ രമണി പോയ പോക്ക് കണ്ടോ? സെക്യൂരിറ്റിയോട് പറ ഷട്ടർ നോക്കി കൊടുക്കാൻ രമണിക്ക് കയറി പോകാൻ വേണ്ടി. കുട്ടിയെ ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതാ? ഞാൻ കോലം വരച്ചതാ മുത്തച്ഛ. ഇതെന്നാ കോലമാ രാത്രി കുട്ടി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുടംപുളി ഇട്ട് വച്ചാലോ? എന്ത് സ്രാവിത്തിരി കിട്ടിയെന്ന് പറഞ്ഞു. സാവിത്രി കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ സാവിത്രി കുട്ടി, അതായത് നിന്റെ മുത്തശ്ശി. ഇതിനെക്കാട്ടിലും കിടുക്കാച്ചി കോലം വരയ്ക്കുമായിരുന്നു. മുറ്റത്തോ? മുറ്റത്തല്ല, ഞാൻ രാത്രി ഉറങ്ങി കിടക്കുമ്പോ എന്റെ മുഖത്ത്. എന്ത് കാര്യത്തിന്? നേരം പെടുത്ത് ഞാൻ കണ്ണാടി നോക്കി തെറ്റിദ്ധരിക്കുമ്പോൾ അവൾ മാറി ഇന്ന് ചിരിക്കും. അതായിരുന്നു നമ്മുടെ ഹോബി. ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഓ ഭഗവാനേ, എന്റെ പൊന്നു ഭഗവാനേ, ഭഗവാനേ പിടി. മുത്തച്ഛ, എന്താ വയ്യാത്ത പട്ടി കയ്യാല കയറണ്ടോ? വല്ല കാര്യം ഉണ്ടോ? ഈ തറവാട്ടിലെ ഈ കുട്ടിക്ക് എവിടുന്ന് കിട്ടി ഈ പഴഞ്ചൊല്ലല്ലേ? പഴഞ്ചൊല്ലല്ല, ആപ്റ്റായ സ്ഥലത്ത് അടിച്ചൂന്ന് മാത്രം. മുത്തച്ഛ, അഷ്ടമി തൊഴാൻ ഞാൻ അമ്പലത്തിൽ പൊക്കോട്ടെ? ഇന്ന് അഷ്ടമിയാണോ? ഈ മുത്തച്ഛൻ അങ്ങോട്ട് മറന്നു പോയിരിക്കുന്നു. ഇന്ന് അഷ്ടമിയാണെങ്കിൽ നാളെ നവമി. നവമി നാളെ നമ്മുടെ തറവാടിന് ചുറ്റും വിളക്ക് വെച്ച് അങ്ങോട്ട് കത്തിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്താലോ? തറവാട് നിർത്തി അങ്ങോട്ട് കത്തിച്ചാലോ? ഓ, എന്റെ കുട്ടിക്ക് എവിടുന്ന് കിട്ടി ഈ സാധനം? പഴയ നിലവറയെന്ന് പണ്ട് മുത്തച്ഛൻ അടിച്ച കോമഡി അവിടെ പൂത്തിരിക്കുവായിരുന്നു. ഞാൻ തൂത്തു തുടച്ചെടുത്ത് അടിച്ചതാ. എന്നെ അവിടുന്ന് ചെതല് ഞാൻ കാര്യമായി പോയി. കുട്ടിയെ, നീ ഒരു കാര്യം പ്രായട്ടോ? പ്രായമുണ്ട്, മറവി ഉണ്ടാവും. അത് മുത്തച്ഛനെ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. നിന്റെ അച്ഛനും അമ്മയും പോയ പിന്നെ ഞാനാണല്ലോ നിന്നെ ഇവിടെ വളർത്തിയത്. അതെ, എനിക്ക് ഇത്തിരി സങ്കടമുണ്ട് ഈ കാര്യത്തില്. എന്റെ അച്ഛൻ എവിടെ പോയി? നിന്റെ അച്ഛൻ വേറൊരുത്തിയുടെ പുറകെ പോയി. എന്റെ അമ്മ എവിടെ പോയി? അമ്മ അത് തിരക്കിപ്പോയി. ഇപ്പൊ എന്റെ അമ്മ എവിടെ ഉണ്ട്? അവര് 3 പേരും ഇവിടെ തഞ്ചാവൂര് താമസിക്കുന്നുണ്ട്. നല്ല ഫാമിലി. എനിക്കതുകൊണ്ട് മുത്തച്ഛൻ്റെ ഒരു കാര്യമുള്ളൂ, കുട്ടിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കാണണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു നിർബന്ധം. എനിക്ക് വേളി വേണ്ട മുത്തച്ഛ, എനിക്ക് വേളി വേണ്ട. അങ്ങനെ പറയില്ല മോളെ, മുത്തച്ഛനൊരു ആഗ്രഹമുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ നിന്റെ കുട്ടിയെയും അതിന്റെ കുട്ടികളെയും അതിന്റെ മറ്റേ കുട്ടികളെയും തലമുറകളാ തലമുറ 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 തലമുറയായിട്ടെ. എന്തിനാ അങ്ങനെ നിർത്തിയത്? നീ നിർത്തിയില്ലെങ്കിൽ എന്റെ കൈയുടെ കുഴ തെറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ എന്നിട്ട് വേണം ഈ മുത്തച്ഛൻ ഒന്ന് കണ്ണടയ്ക്കാൻ. ഡയറക്റ്റ് കൂടെ അടിച്ചാ പോലെ ചാവാൻ പേടിയാന്ന്. പിന്നെ ഈ വലിച്ചു നീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല പറഞ്ഞത്, എന്റെ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഈ മുത്തച്ഛൻ മരിച്ചു പോകുന്നാണ് ഒരു ജോത്സ്യം പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് പരിഹാരം കണ്ടിട്ട് വേറെ ജോത്സ്യനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണമല്ലോ. ഞാനത് ശങ്കരൻകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജോത്സ്യനെ എന്നിട്ട് പറഞ്ഞു വിടണമെന്ന്. എന്തിനാ ജോത്സ്യൻ ഇങ്ങോട്ട് വന്നത്? നമ്മുടെ ഇവിടുത്തെ ദോഷ പരിഹാരങ്ങൾ അങ്ങോട്ട് ശരിയാക്കാൻ വേണ്ടി. നമ്മുടെ തറവാട്ടിലെ ജോത്സ്യന്മാരാണോ ദോശയും പലഹാരം ഉണ്ടാക്കണത്? ദോശയും പലഹാരം പിന്നെ ദോഷ പരിഹാരം നോക്കാൻ വേണ്ടി ഒരു ജോത്സ്യം വരുമേ. അദ്ദേഹം ഇനി വന്നാ മതിയായിരുന്നേ. അയ്യോ, നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാഹിതു. ഭഗവാനെ, മാറി നിൽക്കാൻ കടിച്ചു തിന്നും. തൊഴുണ്ട അനുഗ്രഹിച്ചിരിക്കണോ? അതിനു വേണ്ടിയല്ല ഞാൻ തൊഴുതതാ. അത് പറയാൻ എന്നോട് പറയല്ലേ, എനിക്ക് വയ്യ നാക്ക് കുരുങ്ങിച്ചാവാൻ. നീ എവിടുന്ന് വരുന്നു? ഇല്ലത്തുനിന്ന് വരുന്നു. ഇല്ലത്തുനിന്ന് വന്നതാ? ആര് പറഞ്ഞിട്ട് വന്ന? അതെ, ശങ്കരൻകുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓ, ശങ്കരൻകുട്ടി പറഞ്ഞിട്ട് വന്ന ജോത്സ്യനാണ് ഈ വന്ന് നിൽക്കുന്നത്. പലഹാരക്കാരൻ. അസംഭവം പറയാൻ പാടില്ല. കുട്ടി കുറച്ചു നേരത്തേക്ക് മിണ്ടാതെ അവിടെ നിന്നോണം. അതെനിക്കറിയാം. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഡയലോഗ് ഇല്ല. ഞാനിവിടെ പുഴുങ്ങി നിൽക്കാം. അതെ, ഈ തറവാട് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ട് കേട്ടോട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാർബേറ്റർ നിന്ന് ക്ലീൻ ചെയ്യണം. അതാ സ്ലോ സ്പീഡ് കുറവായി അടിച്ചു നിന്നത്. അല്ല, എന്താണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞങ്ങളുടെ വാഷ് ബേസിനിലെ വെള്ളം ലീക്ക്, അത് നോക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. ഞാൻ പ്ലംബറൊന്നും അല്ല. നിങ്ങളെ ജോത്സ്യനല്ലേ പ്രശ്നം നോക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. അത് ശരി. അതെ, ഞാൻ ഈ തറവാട്ടിലേക്ക് കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചതും എന്റെ തലയ്ക്ക് മീതെ ഒരു പച്ച പരുന്നിങ്ങനെ കിടന്ന് വട്ടമിട്ട് പറക്കണു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിൽ എന്തോ ദോഷം ഉണ്ടെന്ന്. അങ്ങനെ ദോഷം കൊണ്ടൊന്നും അല്ല വലുത് വട്ടമിട്ട് പറഞ്ഞത്. തലയിലിരിക്കുന്ന ഈ കരയാമയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എന്റെ കുടുംബമായിരുന്നു. അല്ല, എന്താണ് ഇപ്പൊ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വേലി ഞങ്ങൾ നടക്കുന്നില്ല. നടന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകാ പറയുന്നത്. അതിനൊരു പരിഹാരം കാണണം. ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ തലയടിക്കുന്ന ഒരു തറവാടാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കഴിഞ്ഞ നാട്ടുകാർ അതും ഇതൊക്കെ പറയും. അപ്പുറത്തെ പറമ്പിൽ കയറി തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളാണ്. വലിയ തറവാടിയാ നിങ്ങൾ തേങ്ങ എടുക്കാൻ പോകും? ആ തേങ്ങ അറിയാമോ ഞാൻ തറവാടിയാന്ന്? ഇല്ല, ജയിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകട്ടെ. ഒരു ദോഷപരിഹാരം ചെയ്തു തരണം. പരിഹാരം കാണാം. ഈ തറവാട്ടിൽ സുഭദ്ര ആരാണ്? സുഭദ്ര എന്റെ ഒരു പെങ്ങളാണ്. അതെന്താ അങ്ങനെ ചോദിച്ചത്? പെങ്ങളെ വലിയ ഇഷ്ടമാണോ? അതെന്താണ്? അല്ല,
പെങ്ങളുടെ പേര് ഇതാ മുഖത്ത് പതിപ്പിച്ചിരിക്കണു. മനഃപൂർവ്വം പതിപ്പിച്ചതല്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെന്നൊരു കുഞ്ഞായി വർത്താനം പറഞ്ഞപ്പം കല്യാണം മുതലും വെച്ച് അളിയെ ഇടിച്ചതാ. ദേശായി. എന്താ? അല്ല, മോശമായി പോയി. എനിക്കറിയാ. അതാ പരിഹാരം കാണിക്കാമോ? പരിഹാരം കാണിക്കാം. മൂലസ്ഥാനം ശരിയല്ല. ആര് പറഞ്ഞു ശരിയല്ലെന്ന്? കറക്റ്റ് സ്ഥാനത്ത് തന്നെയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തോ കയ്യിലെടുത്തോ വെച്ചാൽ എന്താ വൃത്തികേടാ. ദൈവം തമ്പുരാൻ നിസാരക്കാരനല്ല, അങ്ങാർക്കറിയാം അത് എവിടെ വേണമെന്ന്. അപ്പോ കർമ്മത്തിലോട്ട് കടക്കട്ടെ. കർമ്മത്തിലോട്ട് അങ്ങോട്ട് കിടക്കുക. ഓം പ്രത്യക്ഷണ ദുർബല ജാനു ആരാണ് ഓ പിങ്കേശ്വര ഹർമുര വക്രോപന സ പരാക്രമസ കുമത്തകാരി വനശൈല വാങ്ങി മാതൃപ്രയോഗ സ്ഥിരതിരി മൃഗേന്ദ്ര വെറ്റ മുറുക്കുവോ? വെറ്റയുടെ പുറത്ത് എന്തെങ്കിലും അടക്കാന്നോ? അതല്ല, നീ വെറ്റയുടെ അവിടെ ഈ ചുരുട്ടി ഇങ്ങനെ ഓ പുകയില്ല പുകയില്ല പുകയില്ല. തേഞ്ഞു തേക്കാലാന്നോ? അപ്പൊ ചുണ്ണാമ്പായിരിക്കും. അയ്യോ ചുണ്ണാമ്പല്ല, വല്ലപ്പുറം വാ തുറന്നത്. അയ്യോ ദക്ഷിണ പറയാനായിരുന്നു അങ്ങോട്ട്. ദക്ഷിണാണെങ്കിൽ ഇത് കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് തന്നോളാട്ടോ. ആ തന്നില്ലെങ്കിലേ ഞാൻ അറിഞ്ഞങ്ങ് പ്രാകും. പരിഹാരം ഒന്ന് പറഞ്ഞു കാണിക്കാം. പരിഹാരം കാണിക്കാം. ജോത്സരെ, ഇതെന്തിനാ അങ്ങനെ ഇട്ടിങ്ങനെ ഉരുട്ടണേ? ഞാൻ ഇങ്ങനെ ഉരുട്ടയിലെ എന്റെ വീട്ടിലെ പിള്ളേർക്ക് 4 നേരം ഉരുട്ടി കൊടുക്കാൻ പറ്റും. ഇത് കബഡിയാന്നോ ഡമ്പലാന്നോ? എന്താ നാള്? പൂരിണി. പൂരത്തിന്റെ രോഹിണിയുടെ ഇടയ്ക്കാണ് ഞാൻ ഉണ്ടായത്. എത്ര വയസ്സായി? 35. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? എന്നാൽ ഒരു കാര്യം പറയട്ടെ, 29 വയസ്സിൽ കല്യാണം കഴിഞ്ഞിരിക്കണു. ഞാൻ വെറുതെ സ്ലാങ് പിടിച്ച് കളിക്കുവായിരുന്നു. ഞാൻ കേട്ടി ഞാൻ നിന്ന് അടുക്കി വിടുന്ന കുട്ടി. എന്താണ് ഞാൻ കേട്ടത്? നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയത്? നീ എവിടെ പോയി കല്യാണം കഴിച്ചടി നീ? മുത്തച്ഛൻ എന്നെ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടപ്പോൾ അവിടെ ഒരു പയ്യനുമായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പഠിപ്പിക്കാൻ വിട്ടപ്പോ ഒരു കല്യാണം കഴിച്ചില്ലയോ? എനിക്കറിയാം നീ ഈ തറവാട്ടി വന്ന് നിന്ന് എന്തിനാന്ന്. ഞാൻ ചത്തു പോകുമ്പോ ഈ തറവാട് കൈവശപ്പെടുത്താനല്ലയോ? അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഇറങ്ങൂല. ഇറങ്ങിക്കോണം ഇവിടുന്ന്. തറവാട്ടി ഞാൻ മാത്രം മതി. ഇറങ്ങിക്കോണം ഇവിടുന്ന്. നിങ്ങൾ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കണേ. പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാക്കണത്? ഇവിടെ കല്യാണം കഴിച്ചാൽ കാണിച്ചില്ലയോ? കല്യാണം കഴിഞ്ഞല്ലോ. നിങ്ങൾ ചാവുന്നില്ല പറഞ്ഞേ. നിങ്ങൾ ചത്തില്ലല്ലോ. ചത്തില്ല. എന്തിനു പ്രശ്നം? എന്ത് കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കണം? മിണ്ടാവിടണം. ഇതെല്ലാം ഇവിടെ വന്നില്ലയോ? ഇവിടുന്ന് ഞാൻ ദക്ഷിണ തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഫ്രീ ആയിട്ട് എന്റെ ഈ ജാതകം ഒന്ന് നോക്കാവോ? ആറ് ജാതകം? എന്റെ ജാതകം നോക്കാൻ. നിങ്ങൾ ചത്തില്ല, പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ പറഞ്ഞ വന്നില്ലേ, ഒന്ന് നോക്കാം. ഒരു കൊതി ഒന്ന് നോക്കാവോ? ഗൗളി സോഹാസ് എന്തിനാ ഇയാൾ ഇങ്ങനെ നോക്കിയിരിക്കണത്? അതിനകത്ത് വല്ല കൗണ്ടർ എടുത്ത് അടിക്കാൻ പറ്റുമോ? ഈശ്വര, ഞെട്ടരുത്. പറയട്ടെ, ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഞെട്ടത്തില്ല. പറയട്ടെ. പറയാ. നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല. എന്തോ? നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല. ഇത് കള്ളമാണ്. ഇത് ചുമ്മാ നിരത്തി വെച്ചിട്ട് കള്ളം പറയാ. കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ട് പറയാ. കറക്റ്റ് കാര്യം തന്നെ. ഈ കറക്റ്റ് കാര്യം ഇത് പറയത്തുള്ളൂ. പണ്ട് നിങ്ങൾ തേങ്ങ പൊതിക്കാൻ വന്ന് കയറിയതാണ് ഈ തറവാട്ടില്. എന്താണ് ഇവിടെ എന്റെ മുത്തച്ഛൻ കളിച്ച് എന്റെ തറവാട്ടി കയറി നിൽക്കണോ? ഇറങ്ങാതെ കൊണ്ടോ? എന്റെ തറവാട്ടി ഇറങ്ങാൻ. ശരി, ഞാൻ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നീ ഇറങ്ങണം. എന്തിന്? ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതല്ലയോ? എന്റെ കൊച്ചുമോളല്ലോ നീ. അതുകൊണ്ട് നീ ഞാനും കൂടെ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അയ്യോ, അല്ലേ നിങ്ങൾ രണ്ടും കൂടെ പോകുന്നുണ്ടോ? പോകണം. അപ്പൊ പിന്നെ കുറച്ച് ദിവസം ഈ തറവാട്ടിലോട്ട് ഞാൻ താമസിച്ചോട്ടെ. വന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ 3 പേര് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അതെന്ത്? ഈ ഒറ്റയ്ക്ക് ഇവിടുന്ന് കളിക്കുവോ? എടാ മണ്ട, പറഞ്ഞത് മനസ്സിലായില്ലേ? ശുഭം ശുഭാസ്യ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.